അല്ലെങ്കിൽ 70-80% ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സിനിമയാണ്. നമ്മൾ പീരിയഡ് സിനിമ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പീരിയഡ് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ചെയ്തൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മനോജേട്ടൻ മാത്രമല്ല, ഇതിൽ നിന്ന് എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ജോയ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. ജോയിൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ബന്ധങ്ങളിലൊക്കെ എനിക്ക് തന്നിട്ടുള്ള സിനിമയാണ്. അതിലുപരി വളരെ ഇമ്പോർട്ടൻ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും ഈ പട്ടിണി, നേരത്തെ സാർ പറഞ്ഞത് പട്ടിണി നമ്മളെങ്ങനെ ഫേസ് ടു ഫേസ് അതെങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കൊളാബറേഷനാണ്. ശ്രീദേവേന്ദ്രൻ്റെ ഹാർഡ് വർക്കാണ്. ഇവരുടെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് നമ്മൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ സിനിമ കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കാണണം. നിങ്ങൾ കണ്ടിട്ട് വേണം മറ്റുള്ള ആളുകളെ അറിയിക്കാൻ. നിങ്ങളുടെ അടുത്താണ് ആദ്യമായി ഞങ്ങൾ ഈ സിനിമയെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയാം, ഈ ഒരു വിശേഷ സിനിമയിൽ പറഞ്ഞാൽ എന്താണുള്ളതെന്ന് അറിയണമല്ലോ എന്ന് പറയുന്നില്ല, കത്തിൽ എന്താണുള്ളതെന്ന് അറിയണം എന്നുള്ള പോലെ ഈ സിനിമയിൽ എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ സിനിമ ഒരു തവണയെങ്കിലും കാണണം. നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വിളമ്പി ആളുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുക, തുറന്നിരുന്ന് കഴിക്കുക, സമാധാനമായിട്ട് എന്നിട്ട് റിവ്യൂ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു ഇവിടെ വന്നവരും സഹകരിച്ചവരും.